السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നമസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമക്ക് ശേഷം ഒന്നാമത്തെ കർമ്മമായി പഠിപ്പിച്ചത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ സ്ഥാനവും പരലോകത്തുള്ള മഹത്വവും പ്രാധാന്യവുമൊക്കെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹാഫിളു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം, അതിനെ സൂക്ഷിക്കണം എന്നാണ്. എങ്ങനെയാണ് ആ മുഹാഫളത്ത് നമുക്ക് സാധ്യമാവുക? യഅ്മുറു തആല ബിൽ മുഹാഫളത്തി അല സ്വലവാത്ത്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ സൂറത്തുൽ ബഖറയിലെ 238 ഈ വചനം വിശദീകരിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കുവാൻ പറഞ്ഞു. എങ്ങനെയാണ് ആ മുഹാഫളത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക, പ്രയോഗവൽക്കരിക്കാൻ കഴിയുക? വൽ മുഹാഫളത്തു അലൈഹ അദാഉഹാ ബിവഖ്തിഹ. നിസ്കാരം അതിൻ്റെ സമയാസമയങ്ങളിൽ നിർവഹിക്കുക എന്നതാണ്. വശുറൂത്തിഹ, ആ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ മനസ്സിലാക്കി അത് പാലിക്കുക എന്നതാണ്. വ അർക്കാനിഹ, ആ നമസ്കാരത്തിൻ്റെ റുക്നുകൾ കൃത്യമായി പഠിച്ചറിഞ്ഞ് അത് നഷ്ടപ്പെടാതെ, അതിൽ വീഴ്ച വരുത്താതെ സൂക്ഷിക്കുക എന്നതാണ്. വ ഖുശൂഇഹ, ആ നിസ്കാരത്തിൻ്റെ ഭയഭക്തിയെ, മനസാന്നിധ്യത്തെ, ഏകാഗ്രതയെ സംരക്ഷിക്കുക എന്നതാണ്. വ ജമീഇ മാ ലഹാ മിൻ വാജിബിൻ വ മുസ്തഹബ്, ആ നിസ്കാരത്തിൻ്റെ നിർബന്ധവും ഐച്ഛികവുമായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നതാണ് നിസ്കാരത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യുൽ അമലി അഫ്ളൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയാസമയങ്ങളിൽ നിർവഹിക്കലാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ പുണ്യകർമ്മങ്ങളെക്കാളൊക്കെ പ്രാധാന്യത്തോടുകൂടി നിസ്കാരം അതിൻ്റെ സമയാസമയങ്ങളിൽ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാമ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഉണർത്തിയൊരു കാര്യം, വബിൽ മുഹാഫളത്തി അല സ്വലവാത്ത് തഹസുലുൽ മുഹാഫളത്തു അല സാഇരിൽ ഇബാദാത്ത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരാളാണെങ്കിൽ മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിലും അതിലൂടെ അയാൾക്ക് ശ്രദ്ധ കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. വതുഫീദുൻ നഹിയ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടുകളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് അത്തരം നമസ്കാരങ്ങൾ, ഇബാദത്തുകൾ അയാളെ തടയുകയും ചെയ്യും. ഖുസൂസൻ ഇദാ അക്മലഹ കമാ അമറ ബിഖൗലിഹി വഖൂമു ലില്ലാഹി ഖാനിതീൻ. അള്ളാഹു പറഞ്ഞ രീതിയിൽ ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി നിന്ന് നമസ്കരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ആ നമസ്കാരം ഏറ്റവും പൂർണ്ണ രൂപത്തിലായി കഴിയുമ്പോൾ എല്ലാ വൃത്തികേടുകളിൽ നിന്നും, ദുസ്വഭാവങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും അത് നമ്മെ തടഞ്ഞു വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്ന നിസ്കാരം അത് ഫഇൻ സ്വലുഹത് ഫഖദ് സ്വലഹ സായിറു അമലിഹി. അയാളുടെ നിസ്കാരത്തിൻ്റെ കാര്യം ഓക്കെയായാൽ, അതിലയാൾ രക്ഷപ്പെട്ടാൽ തീർച്ചയായും ബാക്കി എല്ലാ കാര്യങ്ങളും അയാൾക്ക് എളുപ്പമാകുമെന്നാണ്. അതുകൊണ്ട് നമസ്കാരം ശരിയാവുക എന്ന് പറയുമ്പോൾ സ്വലാഹുഹ ബി അദാഇഹ സ്വഹീഹ, ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാൻ സാധിക്കുക എന്നതാണ്. യഅനി ഫി ഖിയാമിഹ വറുകൂഇഹ വസുജൂദിഹ വഖുശൂഇഹ വതുമഅനീനതിഹ. നമസ്കാരം അതിൻ്റെ നൃത്തത്തിലും, അതിൻ്റെ റുകൂഇലും, അതിൻ്റെ സുജൂദിലും, നിസ്കാരത്തിൻ്റെ ഭക്തിയിലും, മനസാന്നിധ്യത്തിലും, അടക്കത്തിലും, ഒതുക്കത്തിലും, അതിൽ ശുദ്ധി പാലിക്കലിലും എല്ലാം ഈ പറഞ്ഞ ഷർത്തും റുക്കുനും ഫർദും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് അത് പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ നമസ്കാരം അള്ളാഹു പറഞ്ഞ നിലവാരത്തിലേക്ക് ഉയരുകയുള്ളൂ, അതിലെ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ
നമസ്കരിക്കുവാൻ നാം പരിശീലിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.